ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10th ലെവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇനി 2 ഫേസ് എക്സാം കൂടി നടക്കാനുണ്ട്. ആ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്ന്. ഓപ്ഷൻ ഡി ആണ് 1931. രണ്ടാമത്തത്, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ചമ്പാരൻ സമരമാണ്. ഓപ്ഷൻ എ. മൂന്നാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? റൗലറ്റ് നിയമമാണ്. ഓപ്ഷൻ ടി. നാലാമത്തെ ചോദ്യം, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര്? ഉദ്ധം സിംഗ് ആണ്. ബാക്കി 3 പേര്, ചന്ദ്രശേഖർ ആസാദ്, രാജഗുരു, ഭഗത് സിംഗ്, ഇവരൊക്കെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിൽ പ്രവർത്തിച്ചതാണ്. ഉദ്ധം സിംഗ് അതല്ല. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്താണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ആര്? ഓപ്ഷൻ ബി, അംബേദ്കർ. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? ഈ ചോദ്യവും ഏഴാമത്തെ ചോദ്യവും PSC ആൻസർ ഇല്ലാത്തതുകൊണ്ട് ക്യാൻസലാക്കിയ ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യം, നിർദ്ദേശ തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി. നിർദ്ദേശ തത്വങ്ങൾ നടപ്പാക്കുന്നതിന് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. ഓപ്ഷൻ ഡി ആണ്, കോടതിയെ സമീപിക്കാനാകില്ല. ഒൻപതാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. പത്താമത്തെ ചോദ്യം, പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? നിയമനിർമ്മാണം. ഓപ്ഷൻ ബി, നിയമനിർമ്മാണമാണ്. 11ാമത്തെ ചോദ്യവും PSC ക്യാൻസലാക്കിയതാണ്, ചോദ്യോത്തരമില്ലാത്തതുകൊണ്ട്. 12ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് കേട്ടോ, ക്യാപ്റ്റൻ ലക്ഷ്മി. 13ാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? നമുക്കറിയാം, വള്ളത്തോളാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. വള്ളത്തോൾ നാരായണ മേനോൻ. ഓപ്ഷൻ ബി ആൻസർ. 14ാമത്തെ ചോദ്യം, സമപന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. 15ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത്? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. രാമകൃഷ്ണപിള്ളയെ തെറ്റിക്കാനായിട്ട് കൊടുത്തേക്കുന്നതാണ് കേട്ടോ, അദ്ദേഹം എഡിറ്റർ ആയിരുന്നു. അപ്പോൾ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 16ാമത്തെ ചോദ്യം നോക്കാം. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഓപ്ഷൻ സി, ബ്രസീൽ. 17ാമത്തെ ചോദ്യം, ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ഇപ്പോഴത്തെ പ്രസിഡന്റ് തൊട്ട് മുന്നേ റനിൽ വിക്രമസിംഹയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 18ാമത്തെ ചോദ്യം, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? VP മേനോൻ കേട്ടോ, VP മേനോൻ. 19ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. അതേപടി തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഭിലായ് സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കെല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. അത് തന്നെയാണ് ആൻസർ. ഓപ്ഷൻ എ തന്നെയാണ് കേട്ടോ ആൻസർ. 20ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം? ന്യൂഡൽഹിയാണ്. ഓപ്ഷൻ സി, ന്യൂഡൽഹി. 21ാമത്തെ ചോദ്യം, പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? 1986 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 22ാമത്തെ ചോദ്യം, രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 23ാമത്തെ ചോദ്യം, ലോക ഫുട്ബോൾ ദിനം എന്നാണ്? മെയ് 25 കേട്ടോ, മെയ് 25. ഓപ്ഷൻ ബി ആണ് ആൻസർ. 24, 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്? പ്രതിഭ റായി ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 25ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇതിൽ തെറ്റിൽ ബിയും ഡിയുമാണ് കേട്ടോ. ബിയും ഡിയും തെറ്റാണ്, എയും സിയും ശരിയാണ്. 26ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി? ഓപ്ഷൻ ബി, സിയാച്ചിൻ ആണ് കേട്ടോ, സിയാച്ചിൻ. 27ാമത്തെ ചോദ്യം,
ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏത്? ഇത് PSC ക്യാൻസലാക്കിയ ചോദ്യമാണ്. 27ാമത്തെ കേട്ടോ, ആൻസർ ഇല്ലാത്തതുകൊണ്ട്. 28ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്താനാണ് ഇത്. ഹിമാലയം കേട്ടോ, ഓപ്ഷൻ ബി ഹിമാലയം. 29ാമത്തെ ചോദ്യവും PSC ക്യാൻസലാക്കിയതാണ്. 30ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത്? അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റ് വടക്ക് മുതൽ 12 ഡിഗ്രി 48 മിനിറ്റ് വടക്ക് വരെ. രേഖാംശം 74 ഡിഗ്രി 52 മിനിറ്റ് കിഴക്ക് മുതൽ 22 ഡിഗ്രി 22 മിനിറ്റ് കിഴക്ക് വരെ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. ഈ കൊടുത്തിരിക്കുന്ന എല്ലാം ശരിയാണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. 31ാമത്തെ ചോദ്യം, സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ഓപ്ഷൻ ബി ആണ് പാലക്കാട് ചുരം. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പാലക്കാട് ചുരമാണ് കേട്ടോ, ഓപ്ഷൻ ബി ആൻസർ. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ, ഇങ്ങനെയാണ് അത് വരുന്നത് കേട്ടോ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 33ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. നെയ്യാറാണ് കേട്ടോ, ബാക്കിയെല്ലാം വടക്കാണ്, നെയ്യാർ തെക്കാണ്. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏത്? NW3 ആണ് കേട്ടോ, NW3 കൊല്ലം കോട്ടപ്പുറമാണ്. 35ാമത്തെ ചോദ്യം, കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒറ്റയാനെ കണ്ടെത്താനാണ്. ശബരിഗിരി പത്തനംതിട്ട ശരിയാണ്, ഇടുക്കി പദ്ധതി ഇടുക്കി ശരിയാണ്, കുറ്റ്യാടി പദ്ധതി കോഴിക്കോട് അതും ശരിയാണ്. എന്നാൽ സിയാൽ പദ്ധതി എറണാകുളം തെറ്റാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. 36, കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആര്? സജി ചെറിയാനാണ്, ഓപ്ഷൻ എ ആണ് ആൻസർ. 37ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാനെ നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഏതാണ്, ചിന്നാർ വന്യജീവി സങ്കേതമാണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. 38ാമത്തെ ചോദ്യം, ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? വാർഡ് മെമ്പർ കേട്ടോ, വാർഡ് മെമ്പറാണ്. 39ാമത്തെ ചോദ്യം, പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? എറണാകുളമാണ് കേട്ടോ, ഓപ്ഷൻ എ എറണാകുളം. 40ാമത്തെ ചോദ്യം, കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ് കേട്ടോ, ഓപ്ഷൻ എ കതിർ ആപ്പ്. 41ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? രാജീവ് രഞ്ജൻ സിംഗ് കേട്ടോ, രാജീവ് രഞ്ജൻ സിംഗ് ആണ്. 42ാമത്തെ ചോദ്യം, പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം 89.45 മീറ്റർ ആണ് കേട്ടോ, 89.45 മീറ്റർ. അടുത്ത ചോദ്യം, യുണൈറ്റഡ് നേഷൻസ് UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134 കേട്ടോ, ഓപ്ഷൻ ബി 134. 44ാമത്തെ ചോദ്യം, ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ഏത്? ഓപ്ഷൻ എ ബുധൻ കേട്ടോ, ബുധനാണ്. 45ാമത്തെ ചോദ്യം, സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? ഓപ്ഷൻ സി ആണ് ഹിന്ദുസ്ഥാനി സംഗീതം കേട്ടോ, ഹിന്ദുസ്ഥാനി സംഗീതം. 46ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയതാര്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. 47ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് എന്നാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് കേട്ടോ. 48ാമത്തെ ചോദ്യം, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടെയാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ് കേട്ടോ, ഓപ്ഷൻ ബി ഗാന്ധിജി. 49ാമത്തെ ചോദ്യം, ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏതാണ്? 800, ഓപ്ഷൻ ബി 800. 50ാമത്തെ ചോദ്യം നോക്കാം, ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5 ആണ് കേട്ടോ, ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. 51ാമത്തെ ചോദ്യം,
ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ദ്ര. ഓപ്ഷൻ എ ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. ഓപ്ഷൻ എ ബ്രസീൽ. 53ാമത്തെ ചോദ്യം, പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. ഇതിൽ ഓപ്ഷൻ ബിയും സിയുമാണ് ശരിയായ പ്രസ്താവനകൾ കേട്ടോ. 54ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ഓപ്ഷൻ എയും ഡിയുമാണ് ശരി കേട്ടോ. വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയുമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. 55ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ജ്വാലാമുഖി. ഓപ്ഷൻ സി ജ്വാലാമുഖി. 56ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണം ഏതാണ്? ബോംബിക്കോൾ. ഓപ്ഷൻ ബി ബോംബിക്കോൾ. 57ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ബൊട്ടാണിക്കൽ ഗാർഡൻ. എക്സിറ്റു സംരക്ഷണം, എക്സിറ്റു കൺസർവേഷൻ ബൊട്ടാണിക്കൽ ഗാർഡൻ. 58ാമത്തെ ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? COVID-19. ഓപ്ഷൻ സി ആണ് ആൻസർ. 59ാമത്തെ ചോദ്യം, നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? വൈറസ് ആണ്. ഓപ്ഷൻ ബി വൈറസ്. 60ാമത്തെ ചോദ്യം, ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? ഓപ്ഷൻ ബി പ്രകീർണനമാണ് കേട്ടോ. ചോദ്യം ശ്രദ്ധിക്കുക, ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം പ്രകീർണനം. 61, ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ആസിഡ്? ഫോമിക് ആസിഡാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 42ാമത്തെ ചോദ്യം, താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികൾ പെടാത്തത് ഏത്? വിസരണമാണ് കേട്ടോ. ഈ കൊടുത്തിരിക്കുന്നത് വിസരണമാണ്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാണ്? വിസരണം. 63ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? പിച്ചളയുടെ ഘടകം സിങ്ക് ആണ്. ഓപ്ഷൻ സി സിങ്ക്. 64ാമത്തെ ചോദ്യം ക്യാൻസലാക്കിയ ചോദ്യമാണ്. 65, മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയെ. ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി ലാവോസിയെ. 66ാമത്തെ ചോദ്യം നോക്കാം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? ചാന്ദ്രയാൻ 3 ആണ് കേട്ടോ. ചാന്ദ്രയാൻ 3. 67ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, ഡെങ്കിപ്പനി വൈറസ്, മലമ്പനി പ്ലാസ്മോഡിയം. ഇപ്പോൾ ഇതിൽ വരുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 68ാമത്തെ ചോദ്യം, മന്ദരോഗം പരത്തുന്ന കൊതുക് ഏത്? ക്യൂലെക്സ് കൊതുകാണ്. ഓപ്ഷൻ എ ക്യൂലെക്സ് കൊതുക്. 69ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? ഈ കൊടുത്തിരിക്കുന്നതല്ല, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, മീസിൽസ് ആണ് വായുവിൽ കൂടി പകരുന്ന രോഗത്തിന് ഉദാഹരണം. 70ാമത്തെ ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏത്? ഓപ്ഷൻ എ ഇരുമ്പ്. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നറാണ്. ഓപ്ഷൻ ബി എഡ്വേർഡ് ജെന്നർ. 72ാമത്തെ ചോദ്യം, രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? സ്പിഗ്മോ മാനോമീറ്റർ കേട്ടോ. ഓപ്ഷൻ ഡി സ്പിഗ്മോ മാനോമീറ്റർ ആണ്. 3ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അനിയന്ത്രിതമായി കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. ഇതിൽ 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. 74ാമത്തെ ചോദ്യം നോക്കാം. എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ഓപ്ഷൻ സി ശ്വാസകോശം. 75, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. 75ാമത്തെ ചോദ്യം,
ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം. 77-ാമത്തെ ചോദ്യം, 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ്. 78-ാമത്തെ ചോദ്യം, 70-ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം? ആട്ടം. ഓപ്ഷൻ ബി ആട്ടം. 79-ാമത്തെ ചോദ്യം, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? മലിനജലത്തിലൂടെയാണ് കേട്ടോ. മലിനജലം. ഓപ്ഷൻ എ ആണ് ആൻസർ. 80-ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? എസ് സോമനാഥാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി മൊത്തം മാത്സിലെ ചോദ്യങ്ങളാണ്. ഇതിൽ ആദ്യത്തെ 2 ചോദ്യം PSC ക്യാൻസലാക്കിയിരുന്നു. 83-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇത് ചെയ്യാനുള്ള ഇത് നമുക്കില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 83. 84 സി ആണ് ആൻസർ. 85 സി, 86 ഡി, 87 ബി, 88 സി, 89 ഡി, 90 എ, 91 ബി, 92 ഡി, 93 ബി, 94 സി, 95 അതിനെ ക്യാൻസലാക്കിയ ചോദ്യമാണ്. 96 1, 97 ഡി ആണ്, 98 എ ആണ് ആൻസർ, 99 എ, 100 ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇഷ്ടമായി അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. താങ്ക്